എന്തുകൊണ്ടാണ് ചേച്ചിനെ കുറിച്ച് മാത്രം ഇങ്ങനെ പറയുന്നത്? എനിക്കറിയില്ല, അത് നിങ്ങളല്ലേ പറയേണ്ട ഉത്തരം. എന്തുകൊണ്ട് എന്നെ കുറിച്ച് പറയുന്നു? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ചേച്ചിനെ കുറിച്ച് അങ്ങനെ പറയുന്നത്? എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു അവർക്ക് ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായി തോന്നും എന്ന്. എനിക്കറിയില്ല, അത് ആ ഉത്തരം നിങ്ങളാ പറയണ്ടേ അല്ലേ? എന്നെ കുറിച്ച് എന്തുകൊണ്ട് പറയുന്നു ചേട്ടാ? അല്ല, രഞ്ജിനി ഹരിദാസ് ആയതിൻ്റെ പേരിലാണ് ഇപ്പോൾ നമ്മൾ ഈ ഷോ. തീർച്ചയായിട്ടും. കാരണം രഞ്ജിനി ഒരു ആങ്കറായിട്ട് വന്നിട്ട്, അല്ലെങ്കിൽ ഒരു ഫിലിം ആക്ട്രസ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആൾ വന്ന് നമ്മുടെ അടുത്തിരിക്കും, ഒന്നിൽ സിംഗർ, വളരെ പോപ്പുലർ ആയിട്ടുള്ള സിംഗർ അല്ലെങ്കിൽ ആക്ട്രസ്. ഇതെല്ലാം ഫസ്റ്റ് ടൈമാണ് ഒരു ആങ്കർ ഈ ലോകം മുഴുവനുള്ള മലയാളി മൊത്തം അറിയപ്പെടുന്ന ഒരു ആങ്കർ എന്ന് പറയുന്നത്, അല്ലേ? അതുകൊണ്ടായിരിക്കാം, ഐ ഡോണ്ട് നോ. മേ ബി. മാത്രമല്ല, ഞാൻ വന്നപ്പോൾ ആൾക്കാർ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ, വ്യൂവേഴ്സ് എന്ന് പറയുന്നത് നമ്മളല്ലല്ലോ. രഞ്ജിനി കരയുന്നൊക്കെ വിചാരിച്ചു, പക്ഷെ കരഞ്ഞില്ല. ഇന്നോ? അല്ല, ഇന്നല്ല, പലപ്പോഴും പല സാഹചര്യങ്ങൾ. അതാണ് രഞ്ജിനിയോടുള്ള ഈ എല്ലാവരുടെ ഒരു ദേഷ്യം എന്ന് തോന്നുന്നു. പല സിറ്റുവേഷനിലും രഞ്ജിനി റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും. രഞ്ജിനി സാധാരണ പെണ്ണുങ്ങളെ പോലെ കരഞ്ഞില്ലല്ലോ. ഐ തിങ്ക് നമ്മുടെ ഒരു പ്രീ കൺസീവ്ഡ് നോഷൻ അല്ലേ, സ്ത്രീ കുറച്ചുകൂടെ വീക്കാണ്, അല്ലെങ്കിൽ പബ്ലിക്കലി അവളെ വല്ലതും തെറി വിളിച്ചാൽ അവൾ പൊട്ടിക്കരയും. ഒരു പക്ഷേ ആ ജഗദീഷ് സാറിന്റെ കൂടെയുള്ള സ്റ്റേജിൽ ഞാൻ പൊട്ടിക്കരഞ്ഞിരുന്നെങ്കിൽ ആൾക്കാർക്ക് എന്നോട് സ്നേഹമായേനെ, സിമ്പതി ആയേനെ, നേരെ തിരിഞ്ഞേനെ. പക്ഷേ എനിക്ക് ആ ഒരു റിയാക്ഷനിൽ ഞാൻ തമാശയാക്കി എടുത്ത് കളഞ്ഞു. ബിക്കോസ് ഞാനവിടെ കരുതുന്നെങ്കിൽ എൻ്റെ ഷോ ആണ് നടക്കണം, ഷോ മുന്നോട്ട് പോകണ്ടേ. ആ ഒരു ഐ ജസ്റ്റ് തിങ്ക് ഇറ്റ്സ് ലൈക്ക് ആ ഒരു കരച്ചിലാണ് ഇപ്പോൾ ഒരു പെണ്ണിന് ഏറ്റവും സുഖമായിട്ട് കാര്യങ്ങൾ നേടാനുള്ള ഒരു എയർപോർട്ടിലെ സംഭവമാണെങ്കിലും അയാള് നേരെ ഓപ്പോസിറ്റ് ആള് രഞ്ജിനിയ അങ്ങനെ ഒരു വേർഡ് യൂസ് ചെയ്തപ്പോ ഞാനിരുന്ന് കരഞ്ഞാൽ മതിയായിരുന്നു. ഇരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അയാൾക്ക് ഞാൻ എന്തിനിരുന്ന് കരയണം? എനിക്ക് അയാളുടെ അടുത്ത് പറഞ്ഞുകൂടെ രണ്ടെണ്ണം, പക്ഷെ അതുപോലും പറ്റിയില്ല. പക്ഷെ ഇതിൽ നിന്ന് ഞാൻ ഒരു കാര്യം പഠിച്ചു ചേട്ടാ, ഞാൻ പറയുന്നത് തെറ്റായിരിക്കാം, പക്ഷെ കേസ് നടക്കുകയാണ് ആ എയർപോർട്ട് ഇൻസിഡൻറ്റ്. പക്ഷെ കേസ് കുറേ സമയമെടുക്കും. അതുകൊണ്ട് എനിക്കിപ്പോഴും ഇറ്റ്സ് നോട്ട് ഫെയർ ആ ഒരു റിയാക്ഷൻ. അപ്പം റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ, അന്ന് ഞാൻ റിയാക്ഷൻ ചെയ്തില്ല, 4 മണിക്ക് ഞാൻ ഭയങ്കര ടയർഡായി പോയി. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് നമ്മളെ വല്ലവരും ദ്രോഹിച്ചാൽ നമ്മൾ അപ്പം റിയാക്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ അയാളെന്നെ തേടിച്ച് നൽകിയാൽ ചെപ്പക്കുറ്റിക്ക് നോക്കി നല്ലൊരു അടി കൊടുക്കണമായിരുന്നു, അറ്റ്ലീസ്റ്റ് ഒരെണ്ണം. പറ്റാത്തതിൻ്റെ ഒരു സങ്കടമുണ്ട്. ബിക്കോസ് ആ ലീഗൽ സിസ്റ്റത്തിൽ അതിനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ രണ്ടുപേരും ഇരിക്കുമ്പോൾ വല്ലതും നടന്നാൽ നമ്മൾ തന്നെ അത് തീർക്കണം. കുറേ സമയം കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കൈവിട്ട് പോകും. അത് എന്നെ തേവിടിച്ചെന്ന് വിളിച്ചത് തെറ്റ്, അതിന് ഞാൻ തിരിച്ചടിച്ചത് അതും തെറ്റായിരിക്കാം. പക്ഷെ ഒരു തെറ്റിന് മറുതെറ്റ് കുഴപ്പമില്ല. എനിക്ക് ഗാന്ധിജിയുടെ പോളിസി ഇല്ല. ചേച്ചി ഇപ്പം മലയാളത്തിലല്ലേ ആഗ്രഹം ചെയ്യുന്നത്? മംഗ്ലീഷ്. ചേച്ചി കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു മലയാളികളെ തീരെ ഇഷ്ടമല്ല എന്ന്. പക്ഷെ ഇത്രയും കാലമായിട്ട് എന്തുകൊണ്ടാണ് ഈ മലയാളത്തിൽ തന്നെ നിൽക്കുന്നത്? എനിക്ക് ജോലി കിട്ടിയത് എവിടെയാ? മലയാളത്തില് അല്ല, തമിഴില്. സോറി, മലയാളം അല്ലേ ഇത്? കൺഫ്യൂസ് ഞാൻ ചോദിച്ചത്. ഐഡിയ സ്റ്റാർ സിംഗർ ഇല്ലേ, അതിൽ ചേച്ചി 6 വർഷം എന്തോ ഉണ്ടായിരുന്നു. എനിക്ക് ഇങ്ങോട്ട് ജോലി തന്നുകൊണ്ടാണ് ഞാൻ അവിടെ പോയത്. അപ്പൊ വേറെ ഭാഷയിൽ കൊന്നാലോ? എനിക്ക് വന്നു, ഞാൻ എടുത്തില്ല. എന്തുകൊണ്ടാണ്? ആ ഭാഷ കുറച്ചു പോലും അറിയില്ല, അതുകൊണ്ട്. എനിക്ക് ആ ഭാഷ മലയാളം അറിയുന്ന അത്രയും പോലും അറിയില്ല, അതുകൊണ്ട്. ചേച്ചിക്ക് ഇംഗ്ലീഷാണ് ഏറ്റവും അറിയുന്നതെന്ന് ഞാൻ പറയില്ല. എനിക്ക് തോന്നുന്നു കുറേ ഇതൊക്കെ ഒരു സാഗരമല്ലേ ഭാഷകൾ, നമുക്കറിയാത്ത കുറേ കാര്യങ്ങൾ അതിലുണ്ടാവും. എനിക്ക് ഇംഗ്ലീഷാണ് ഏറ്റവും കംഫർട്ടബിൾ. ഞാൻ ഡ്രീം ചെയ്യുന്നത്, സ്വപ്നം കാണുന്നത് അൺഫോർച്ചുനേറ്റ്ലി ഇംഗ്ലീഷിലായിപ്പോയി. അതുകൊണ്ട് എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്തു. പക്ഷേ ഈ ഒരു കഴിഞ്ഞ 5 വർഷത്തിൽ മലയാളം ഞാൻ കുറേ അധികം ഇമ്പ്രൂവ് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. സ്വപ്നം കാണുമ്പോൾ സ്വപ്നത്തിൽ ഒന്ന് സംസാരിക്കണവരൊക്കെ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്, സത്യം, എല്ലാവരും ഇംഗ്ലീഷിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹിന്ദിയിലേക്ക് പോകും. ഈ സിനിമ കാണുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. ഈ ബോളിവുഡ് സിനിമയൊക്കെ കണ്ടിട്ട് എൻ്റെ സിനിമയിൽ ഫുൾ, എൻ്റെ ഡ്രീംസിലൊക്കെ ഫുൾ അങ്ങനത്തെ ഒരു ലൈഫാണ് സത്യം. ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഐ ഡ്രീം ഇൻ ഇംഗ്ലീഷ്. സോ അതിപ്പോൾ എൻ്റെ പ്രശ്നമല്ല, എന്ത് ചെയ്യാൻ ആ സ്വപ്നമായിപ്പോയി. എനിക്കൊരു കൺട്രോൾ ഇല്ല അതിൽ. 21 വർഷം ഇവിടെ കേരളത്തിൽ ജീവിച്ചിട്ടും ഇപ്പോഴും മലയാളത്തിലെ പല വാക്കുകളും ചേച്ചിക്ക് അർത്ഥം അറിയില്ല, അല്ലെങ്കിൽ അർത്ഥം അങ്ങനെയല്ല. എനിക്ക് അറിയാത്ത വാക്കിൻ്റെ അർത്ഥം അപ്പം തന്നെ ഞാൻ ചോദിക്കും. അപ്പോൾ ആ ചോദിക്കാതിരുന്നാൽ എനിക്ക് അതിൻ്റെ അർത്ഥം അറിയുന്നല്ലോ, അല്ലേ? അങ്ങനെ അർത്ഥം അറിയാതെ മിണ്ടാതിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഞാൻ പക്കയല്ല, ഇംഗ്ലീഷിലും ഇനിയും പഠിക്കാവുന്ന ഞാൻ ഇതൊക്കെ ഒരു ഓഷനാണ്. ഡിക്ഷണറിയിലെ എല്ലാ വാക്കും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. മലയാളത്തിലും എല്ലാ വാക്കും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. മലയാളത്തിലും പുതിയ വാക്കുകൾ മാത്രമല്ല, ഇതിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരാണ് നല്ല മലയാളം സംസാരിക്കുന്നത് അങ്ങനെയൊക്കെ ചോദിക്കാം, അല്ലേ? അങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല. എനിക്ക് തോന്നുന്നു ഈ അടുത്ത ഒരു 4-5 വർഷം സുരാജ് വെഞ്ഞാറമ്മൂട് വന്നതിന് ശേഷമാണ് ഞാൻ ഈ കൂതറ എന്ന് പറയുന്ന മലയാളം കേൾക്കുന്നത്. അതിപ്പോ ആ പേരിൽ സിനിമ വരെ കൂതറ. അതിനു മുമ്പ് ഞാൻ ഈ കൂതറ കേട്ടിട്ട് പോലുമില്ല. മാത്രമല്ല, കേരളം എന്ന് പറയുന്നത് കുറെ ജില്ലകളാണ്, കുറെ ഡിഫറെന്റ് ഡയലക്ട്സ് ഉണ്ട് ഈ മലയാളത്തിൽ. തിരുവനന്തപുരം ഭാഷ, പാലക്കാട് ഭാഷ, കണ്ണൂർ ഭാഷ മനസ്സിലാവുമല്ലോ മലയാളം. നിങ്ങൾ ഇഫ് യു ആർ ക്ലോസ് ടു വെരി ഡിഫിക്കൽട്ട്. തലശ്ശേരിയൊക്കെ
ബിക്കോസ് അവരുടെ സ്റ്റൈലേ വേറെയാ. അതൊക്കെ ഞാൻ സ്പീഡ് കൂടുതൽ. ഞാനത് ആദ്യം കേൾക്കുന്നത് നമ്മുടെ റോഷനുണ്ട് സ്റ്റാർ സിംഗറിൽ കണ്ണൂരിൽ നിന്ന്, റോഷന്റെ ഭാഷയിലൂടെയാണ്. പിന്നെ കാലിക്കറ്റിൽ വരുമ്പോൾ അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടം കേൾക്കാൻ എനിക്ക് ഈ കൊച്ചി ഭാഷ വേറെയാ, യുനോ. ബട്ട് ഐ ലൈക്ക് ദിസ് ഹോൾ പാലക്കാട്, തൃശ്ശൂർ, ഐ ലൈക്ക് ദാറ്റ്. ആ ഒരു ഐ ലൈക്ക് ഇറ്റ്. ബട്ട് അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഈ ഭാഷ എന്ന് പറയുന്നത് നമ്മൾ വളർന്നു വരുന്ന ഒരു രീതിയാണ്. ഇപ്പം എൻ്റെ ഫാമിലിയിൽ അങ്ങനെ ആരും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരില്ല, ഈ കറണ്ട് ജനറേഷൻ ഒഴിച്ച്. എൻ്റെ ജനറേഷനിലെ താഴേക്ക് മുകളിലേക്ക് അങ്ങനെ ആരുമില്ല അങ്ങനെ സംസാരിക്കുന്നത്. പക്ഷേ അത് എൻ്റെ ഒരു ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങിയത്. ഈ മലയാളം കുറേ നാൾ നോക്കാതിരുന്നതും അതുകൊണ്ട് തന്നെയാണ്. 7ാം ക്ലാസ്സിൽ ഞാൻ മലയാളം പഠിപ്പ് നിർത്തി, ഞാൻ ഹിന്ദി എടുത്തു. അപ്പോൾ എനിക്ക് ഹിന്ദിയോടും ഒരു ഈ പാഷനുണ്ട്. പക്ഷെ മലയാളത്തിലേക്ക് എന്നെ കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞ ഷോ ആണ്. ഞാൻ ഇത്രയും നന്നായി ഇന്ന് മലയാളം സംസാരിക്കാൻ കാരണം സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞൊരു ഷോ ആണ്. അതിന് ശേഷം എനിക്ക് കേരളത്തിൽ ലഭിച്ച ജോലികളാണ്. 2007 എൻ്റെ മലയാളം എടുത്ത് കേൾക്കണം, ഇന്ന് എൻ്റെ മലയാളം കേൾക്കണം. 100% എനിക്കറിയാം ഞാൻ വളർന്നിട്ടുണ്ടെന്ന്. അതിപ്പോൾ നിങ്ങൾ സമ്മതിച്ചു തന്നില്ലായിരിക്കും. ഇതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ചേച്ചി ഇത് കോൺഷ്യസ് ആയിട്ട് തന്നെ ഒരു ഹാൻഡിൽ ചെയ്യണം. ഇറ്റ്സ് നോട്ട് കോൺഷ്യസ് അറ്റ് ഓൾ. അതാണ് ആർക്കും എല്ലാവരും വിചാരം അവൾ മനഃപൂർവ്വം മംഗ്ലീഷ് സംസാരിക്കുകയാണെന്ന്. അതല്ലേ ചോദിച്ചത്? നോട്ട് അറ്റ് ഓൾ. ഞാൻ വീട്ടിലും അങ്ങനെ തന്നെയല്ലേ അമ്മ, അങ്ങനെ തന്നെ. അമ്മയ്ക്ക് തന്നെ മനസ്സിലാവില്ല ഞാൻ പറയണത് എന്താണെന്ന്. ബട്ട് ഞാൻ ഇപ്പോൾ കോൺഷ്യസ് ആയിട്ട് ഞാൻ കൂടുതൽ മലയാളം സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ടെലിവിഷൻ ഇപ്പോഴല്ല, ഞാൻ തിരിച്ചു വന്നൊരു കാലമല്ലേ 2007-2008 നെഗറ്റീവ് ഭയങ്കരമായിട്ട് ഈ പിന്നെ എന്താണ് ചെയ്യണത് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് തുടക്കമുള്ളൊരു റിയാക്ഷൻ 2007 ഫസ്റ്റ് മന്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ കോൺഷ്യസ് ആയിട്ട് ഞാൻ സാരിയൊക്കെ കൊടുത്ത് കുറച്ച് നന്നായി മലയാളം പറയാനൊക്കെ ശ്രമിച്ചു. അതും നന്നായിരുന്നില്ല, പക്ഷേ ആ ഒരു ശ്രമം എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് എനിക്ക് നിങ്ങൾക്കൊക്കെ മലയാളം വായിക്കാൻ അറിയാമോ? എല്ലാവരും വിചാരം എനിക്ക് വായിക്കാൻ അറിയില്ല എന്നാണ്. എനിക്ക് മലയാളം നന്നായി വായിക്കാൻ അറിയാം, എഴുതാൻ വാക്കുകളൊന്ന് തപ്പും. സോ ആ ഒരു മിസ്കൺസെപ്ഷനാണ് കുറേ. പക്ഷേ എന്തുകൊണ്ട് ഞാനിങ്ങനെ ആക്സെൻറ്റിൽ സംസാരിക്കുന്നു എന്ന് വെച്ചാൽ എനിക്കറിയില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ കളിയാക്കുന്നത് ഐ എം രഞ്ജിനി ഹരിദാസ്. എൻ്റെ പേര് രഞ്ജിനി ഹരിദാസ് ആണ്, ഞാൻ രഞ്ജിനി ഹരിദാസ് അല്ല. മനസ്സിലായോ? രഞ്ജിനി എന്ന് പറയുമ്പോൾ അത് മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ രഞ്ജിനിയാണ് എഴുതുന്നത്. രേ ആണ് മറ്റേ കുരിപ്പ് വരണ്ടേ മുമ്പിൽ, അതില്ല. രേ എഴുതുമ്പോൾ കുനിപ്പ്. കുരിപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ മറ്റേ ഇതാണ് നമ്മുടെ കൊച്ചി ഭാഷയിൽ ആ കുരിപ്പ് എന്ന് പറഞ്ഞാൽ കുനിപ്പ് ആ സാധനം. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ രവിപുരത്താണ് കുറെ നാൾ താമസിച്ചത്. അപ്പോൾ ഐ സി രവിപുരം, അത് പറയുന്ന ആക്സെന്റ് ആണെന്ന്. അപ്പോൾ രവിപുരം എന്ന് പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, ബിക്കോസ് അതിലും ആ കുനിപ്പില്ല ഇല്ല, എഴുതുന്നത് രവിപുരം അങ്ങനെ പറയണ്ടേ. സോ അത് നമ്മുടെ കംഫർട്ടിന് വേണ്ടി എഴുതിയ ഭാഷ കുറെ മാറ്റിയിട്ടുണ്ട്. ഏതെങ്കിലും കുരിപ്പ് അങ്ങനെ പറഞ്ഞോളൂ. പറയട്ടെ അല്ലേ, ഞാൻ ഇങ്ങനെ പറയും കുരിപ്പല്ലേ, അത് കൊള്ളാം. പുതിയൊരു വാക്ക് കുരിപ്പ്. കുരിപ്പ് എന്ന് പറയുന്ന നാടൻ ഭാഷയില് ആ കുരിപ്പിന്റെ പേര് എന്താണെന്നൊക്കെ പറയും ഞങ്ങള് പഠിച്ചു. ഇന്ന് എന്റെ എഡ്യൂക്കേഷൻ ഫോർ ദ ഡേ പുതിയൊരു വാക്കായി. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരിടത്തൊക്കെ ചെന്നിട്ട് പറഞ്ഞാൽ എന്താണ് കുരിപ്പ് എന്ന് ചോദിച്ചത് ഞാൻ പറയാം. അടിയിട്ടോ? ഹായ് കുരിപ്പേ, എന്താ എൻട്രി എന്ന് പറയുന്ന പടത്തില് അത് സിനിമ റിലീസ് ചെയ്ത വർഷം 2013 ജാനുവരി. 2013 ഏത് മന്ത്? ജനുവരി ആദ്യത്തെ ആഴ്ച, ഫസ്റ്റ് ഓർ സെക്കൻഡ് വീക്ക് 2013 ആണ് ഈ വർഷം തുടക്കം. ഓക്കെ. എൻട്രി എന്ന് പറയുന്ന സിനിമയിൽ രജനിയുടെ കഥാപാത്രത്തിന്റെ പേര് IPS ശ്രേയ. തത്സമയം ഒരു പെൺകുട്ടി, ആ സിനിമയുടെ ക്യാമറമാൻ. തത്സമയം ഒരു പെൺകുട്ടി രാജീവ് സാറിന്റെ ഫിലിമാണ്. എനിക്ക് ആക്ച്വലി വലിയൊരു റോളൊന്നും ഇല്ലായിരുന്നു അതിന്, അതുകൊണ്ട് എനിക്കറിയില്ല. എന്നാൽ മറ്റേ ആ സിനിമയിൽ രജനി അഭിനയിച്ചൊന്നുമില്ല. എൻ്റെ വീട്ടിൽ വന്നൊരു ക്ലിപ്പ് എടുത്തോണ്ട് പോയി അവർ. അപ്പോൾ അതിൽ ആ സിനിമയായിട്ട് ശരത് സാർ പറഞ്ഞുണ്ട്, ശരത് സാറാണ് മ്യൂസിക് ചെയ്യുന്നത്. അപ്പോൾ രാജീവ് സാർ വിളിച്ചു പറഞ്ഞു. വിനോദ് ഇല്ലമ്പള്ളി എന്നാണ് ആ ക്യാമറ. ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ചൈന ടൗണിന്റെ ക്യാമറ. എൻ്റെ അമ്മേ, ഞാൻ ഡയറക്ടർക്ക് റെഡി വെച്ചതാണ്, ഒരു ഐഡിയ. ചൈന ടൗണിൽ ഞാൻ സ്റ്റാർ സിംഗർ കൊണ്ടുപോയതാണ്. അഴകപ്പൻ. അന്ന് എനിക്ക് തോന്നുന്നു അവിടെ ഷൂട്ടിംഗ് ഹൈദരാബാദിലോ ദിലീപേട്ടനൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ സ്റ്റാർ സിംഗറിന്റെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നല്ലോ ചേട്ടാ രാത്രി. അങ്ങനെയാണ്. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ സിനിമയായിട്ട് വലിയ ബന്ധം ഉണ്ടായിരുന്നില്ല. എൻട്രിയുടെ പ്രൊഡ്യൂസർ ആയിരുന്നു അതുല്യ ആശു. മ്യൂസിക് ഡയറക്ടർ മെജോ. അപ്പം കാരണം സാധാരണ ഈ ഒരു റാപ്പിഡ് ഫയറിൽ കുറച്ച് സിനിമയിൽ അഭിനയിച്ച കുറേ സിനിമകൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആയി പോയി. ഞാൻ ആകെ 1-2 ചേർത്തു. അപ്പോൾ നമുക്ക് വേറെ ചോദ്യങ്ങളില്ല. രഞ്ജിനിയുടെ നല്ലൊരു പാട്ട്
ചേട്ടൻ പാടി കൂടെ എല്ലാവരും അടിച്ചു കളിക്കാറുണ്ട്. രജനി, ഇപ്പൊ ഇവരായിട്ടുള്ളൊരു ഒരു ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ അല്ലേ, അവരെ കൊണ്ട് നമുക്ക് ഡാൻസ് ചെയ്യിപ്പിക്കാം, അവർ ഡാൻസ് ചെയ്യും. അപ്പോൾ അവർക്ക് നമുക്കൊരു പണി കൊടുക്കാം അല്ലേ? അപ്പോൾ വളരെ കോമൺ ആയ ഒരു രജനി ഡാൻസ് ചെയ്യണേ. ഞാൻ ചെയ്യും ചേട്ടാ. ഓക്കെ റൈറ്റ്. മുക്കാല മുക്കാബല. എനിക്ക് ലിറിക്സ് ഒന്നും അറിയില്ല.